ടെസ്റ്റ് ടീമിൽ സമഗ്രമായ അഴിച്ചുപണിക്കാണ് ഇപ്പോൾ ടീം ഇന്ന് തയ്യാറെടുക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ചില അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഇതുപോലുള്ള ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. തീർച്ചയായിട്ടും ഒരു തലമുറ മാറ്റത്തിന് ഒരുങ്ങുകയാണ് ടീം ഇന്ത്യ. അശ്വിന് പിന്നാലെ കൂടുതൽ താരങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പടിയിറങ്ങിയേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാണുന്നുണ്ട്. ബ്രിസ്ബെയിൻ ടെസ്റ്റ് സമനിലയിൽ അവസാനിച്ചതിന് തൊട്ട് പിന്നാലെയായിരുന്നു അശ്വിന്റെ അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപനം. 39 വയസ്സിലേക്ക് അടുക്കുന്ന അശ്വിനോട് വിരമിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ ടീം മാനേജ്മെന്റ് ആവശ്യപ്പെട്ടുവെന്നും ഇതോടെയാണ് 2 ടെസ്റ്റുകൾ ശേഷിക്കെ പരമ്പരയ്ക്കിടെ തന്നെ അശ്വിൻ വിരമിച്ചത് എന്നും സൂചനകളുണ്ട്. സമീപകാലത്ത് പഴയ മികവിലേക്ക് എത്താൻ കഴിയാതിരുന്നതും പകരക്കാരനായ വാഷിംഗ്ടൺ സുന്ദർ മികച്ച പ്രകടനം നടത്തുന്നതും അശ്വിനെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. വരും നാളുകളിൽ അശ്വിന്റെ വഴിയെ കൂടുതൽ സീനിയർ താരങ്ങൾ ഇന്ത്യൻ ടീം വിടുമെന്നുള്ള റിപ്പോർട്ടുകൾ ശക്തമാണ്. 2012-2013 കാലയളവിലാണ് സച്ചിൻ ടെണ്ടുൽക്കർ, രാഹുൽ ദ്രാവിഡ്, ലക്ഷ്മൺ തുടങ്ങിയവരെല്ലാം ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചത്. ഇവർക്ക് പകരം വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, അജിൻക്യ രഹാനെ, ചേതേശ്വർ പൂജാര, രവീന്ദ്ര ജഡേജ, അശ്വിൻ തുടങ്ങിയ താരങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയായിരുന്നു. ഒരു പതിറ്റാണ്ടിനിപ്പുറം മറ്റൊരു തലമുറ മാറ്റത്തിന് തുടക്കമിട്ടാണ് അശ്വിന്റെ പടിയിറക്കം. രഹാനെയും പൂജാരയും നിലവിൽ ടീമിന്റെ ഭാഗം പോലുമല്ല. T20യിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച വിരാട് കോഹ്ലിയും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും റൺസ് കണ്ടെത്താൻ പാടുപെടുകയാണ്. അടുത്ത വർഷം ജൂൺ ജൂലൈയിൽ നടക്കുന്ന ഇംഗ്ലണ്ട് പര്യടനത്തിന് മുൻപായി കൂടുതൽ സീനിയർ താരങ്ങളുടെ വിരമിക്കൽ പ്രഖ്യാപനമുണ്ടാകും. ഓസ്ട്രേലിയക്കെതിരായ പരമ്പര കഴിഞ്ഞാൽ അടുത്ത വർഷം ജൂണിൽ മാത്രമേ ഇന്ത്യക്ക് ടെസ്റ്റ് പരമ്പര ഉള്ളൂ എന്നതിനാൽ അടുത്ത 2 ടെസ്റ്റുകളിലെ രോഹിത്തിന്റെ പ്രകടനമാകും ടെസ്റ്റ് കരിയർ നീട്ടുന്നതിൽ നിർണായകമാവുക. വിരാട് കോഹ്ലിയുടെ കാര്യത്തിലും സമാന സാഹചര്യമാണ് നിലവിലുള്ളത്. പെർത്ത് ടെസ്റ്റിൽ സെഞ്ചുറി നേടിയത് ഒഴിച്ചു നിർത്തിയാൽ കോഹ്ലിയുടെ സമീപകാല ടെസ്റ്റ് പ്രകടനങ്ങൾ ശരാശരിയിലും താഴെ മാത്രമാണ്. ഫെബ്രുവരിയിൽ പാകിസ്ഥാനിൽ നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം രോഹിത്തും കോഹ്ലിയും T20 ക്രിക്കറ്റിൽ എന്നതുപോലെ ഏകദിന ഫോർമാറ്റിൽ നിന്ന് വിരമിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അതേസമയം പുതിയൊരു നായകനിലേക്ക് ടെസ്റ്റ് ടീമിന്റെ ചുമതലകൾ മാറ്റാനുള്ള നീക്കവും ടീം ഇന്ത്യ നടത്തുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ സജീവമാണ്. നിലവിൽ രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻസി സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമാണ്. യുവതാരമായ KL രാഹുലിനെ ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ നായകസ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ കാണുന്നതെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇന്ന് ഇൻസൈഡ് സ്പോർട്സ്, ടൈംസ് നൗ ഇന്ത്യ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ടെസ്റ്റ് ടീമിന്റെ ദീർഘകാല നായകനായി KL രാഹുലിനെ ടീം ഇന്ത്യ പരിഗണിക്കുമ്പോൾ ജസ്പ്രീത് ബുംറയ്ക്ക് പതിവ് വൈസ് ക്യാപ്റ്റൻസി റോൾ നൽകാനാണ് ടീം ഇന്ത്യയുടെ തീരുമാനം. നേരത്തെ IPLലും വൈറ്റ് ബോൾ ക്രിക്കറ്റിലും ടീം ഇന്ത്യയെ നയിച്ച് എക്സ്പീരിയൻസുള്ള താരമാണ് KL രാഹുൽ. സീനിയർ താരങ്ങൾ പടിയിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ യുവതാരങ്ങളെ ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ ഭാഗമാക്കുന്നതിനുള്ള നീക്കവും ഇവിടെ നടക്കുന്നുണ്ട്. T20 ഏകദിന ഫോർമാറ്റുകളിൽ മികവ് തെളിയിക്കുന്ന താരങ്ങളെ ടെസ്റ്റിലേക്കും പരിഗണിക്കാനുള്ള ഒരു നീക്കമാണ് ഇവിടെ ടീം മാനേജ്മെന്റ് നടത്തുന്നത്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.